അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. കാന്തപുരത്തിൻ്റെ കേരളയാത്ര ഇന്നലെ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു. പ്രഭാതം മുതൽ തുടങ്ങുന്ന കുഞ്ഞാടുകളുടെ പരിവേഷം ജുമുഅ നിസ്കാരം വരെ നഷ്ടപ്പെടുത്തി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. അങ്ങനെയാണ് പുറത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. ഏതുമാകട്ടെ, ഞാൻ അതിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് മൂന്നാമത്തെ കേരളയാത്ര. ഒന്നാമതൊരു കേരളയാത്ര നടന്നു. ഈ യാത്രകളുടെയൊക്കെ പിന്നിൽ വലിയ ഒരു രഹസ്യം പതിയിരിപ്പുണ്ട്. ഒന്നാമത് കേരളയാത്ര നടത്തിയതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം മഹാനരായ നൗഷാദ് ഹസനി വളരെ വിശദമായി അരീക്കോട് പ്രഭാഷണത്തിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. നൗഷാദ് ഹസനി പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. നിങ്ങൾക്കൊരു പറ്റിയ ഒരാളെ കൊണ്ട് ഞാനൊന്ന് പറയിപ്പിക്കാം. ആളൊന്ന് പറയട്ടെ. എന്തേ നോക്കാം നമുക്ക്. ചേകനൂര് വധക്കേസുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങളും മറ്റും വന്നപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ ഇതിലേക്ക് തെറ്റിക്കാൻ വേണ്ടിക്കൊണ്ടാണ് കേരള ആദ്യത്തെ നടത്തിയത്. വേറെയും കാരണങ്ങളുണ്ടാവും, അതിലൊരു കാരണം ഇതാണ്. കേട്ടല്ലോ നമ്മുടെ അബൂബക്കർ റഹ്മാനി കാട്ടുമാക്കാൻ പറയുന്നത്. എന്താണില്ലേ പടച്ചവനെ, പണ്ഡിതന്മാരെ മുഴുവനും ആക്ഷേപിക്കുന്ന രൂപത്തിലാണ് ഈ കൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ പടച്ച റബ്ബേ, അപ്പോൾ എത്രത്തോളം പാറക്കല്ലാകണം മനസ്സ്, എത്രത്തോളം തരം താഴണം ആ ഒരു വിഭാഗം. ഏതായാലും റഹ്മാനി അതിനെപ്പറ്റി എന്താ പറയാൻ നമുക്ക് നോക്കാം. നമ്മളെ കാട്ടുമാക്കാനെ ഒന്ന് കേട്ടു നോക്ക്. എടാ, ഒരു മനുഷ്യ അധപ്പതിച്ചാൽ ഉലായിക കൽ അൻആം അല്ലേ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉലായിക കൽ അൻആം, ആട് മാട് ഒട്ടകങ്ങളെ പോലെയാണ്. ബൽഹും അദല്ല് എന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് വല്ലത് എന്തുണ്ടെങ്കിലുണ്ടോ അതാണ്. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഈ കൂട്ടരാണിപ്പോൾ ആദർശം എന്നും പറഞ്ഞ് ഇവർ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കാട്ടുമാക്കൻ്റെ ശൈലി പറഞ്ഞ കണഗുണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത്. ഏതായാലും ആൾ പറയുന്നത് അത് നല്ല രസമാണ്. ആൾ പറയുന്നത് കേൾക്കാനേ. ഏതായാലും ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇത്ര ദീനീപരമായി കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം പറഞ്ഞുകൊണ്ട് എടുക്കണ മാതിരി തന്നെ ഇങ്ങനെ ആദർശ മുന്നേറ്റം പറഞ്ഞാണ്ട് പിന്നെ ബോർഡും വെച്ചുകാണ്ട് അങ്ങനെ കണകുണ തൊള്ളി തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണല്ലോ. ഇനി രണ്ടാമത്തെ കേരളയാത്രയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് റഹ്മാനി? അതും കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ഞങ്ങളിങ്ങനെ കാതോർത്ത് സാഹൂദം ശ്രദ്ധിച്ചിരിക്കുകയാണ്. പറഞ്ഞാളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയറാണെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ പിരിവ് നടത്തുകയും ചെയ്തു. പടച്ച റബ്ബേ, എന്തെല്ലാമാണ് ഈ കേൾക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് കള്ളത്തരം നടത്തി. ഇതൊന്നും ആരും കേൾക്കാനില്ലേ? അതാണ്ട് അദ്ദേഹവും കടന്ന് പറയുന്നത് തന്നെ. നമ്മുടെ കാട്ടുമാക്കാരും പറയുന്നേക്ക് എല്ലാവരും ഒന്ന് കേൾക്കാനാ പറയുന്നത്. എന്നുണ്ട് കേട്ടെ കേട്ടെ കേട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേൾക്കുന്നില്ലേ? ഇനി നമുക്ക് എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു, കാണാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ആൻഡ് സീ. ഏതായാലും ഇവർക്ക് ഈ ഉണ്ടായ അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഒന്ന്, മഹാനരായ ശംസുൽ ഉലമായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നേതൃത്വം കൊടുത്ത സമസ്തയിൽ നിന്നും ഭൗതിക താൽപര്യത്തിന് വേണ്ടി മാത്രം ഇവർ ഭിന്നിച്ച് ഇറങ്ങിപ്പോയി. ശേഷം 89 എറണാകുളത്ത് നടന്ന ഒരു സമ്മേളനം, ആ സമ്മേളനത്തിനെ സംബന്ധിച്ച് മഹാനരായ ശംസുൽ ഉലമായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഏതായാലും അത് ശംസുൽ ഉലമ തന്നെ പറയട്ടെ. അതാകുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്.
ഒന്ന് കേട്ടു നോക്ക്. എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി. സുന്നത്ത് കഴിക്കാത്ത സുന്നികൾ നല്ലൊരു ഐഡന്റിറ്റിയാണ്. അന്ന് ഈ വിഭാഗക്കാർ മഹാനരായ ശംസുലുലമയുടെ ഈ വാക്കിനെ തൻ്റെ കുഞ്ഞാടുകൾക്ക് പല രൂപത്തിലും പറഞ്ഞു പഠിപ്പിച്ചു. ശംസുലുലമ പണം മോഹിയാണ്. ആരിൽ നിന്നോ പണം പറ്റിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, വഹാബികളിൽ നിന്നും പണം പറ്റിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ അണികളെ പറഞ്ഞ് പഠിപ്പിച്ചു. സാധുക്കളായ സുന്നികൾ ഈ കൂട്ടർ ഏതോ വലിയ കുത്തുബീങ്ങളാണെന്ന് വെച്ച് അതെല്ലാം അവർ കേട്ടു. പക്ഷേ കാലം മറന്നില്ല. കാലം തെളിയിച്ചു അവർ ബിദ്അത്തിന്റെ ആശയക്കാരാണ്, പുത്തൻവാദികളാണ്, സുന്നികളല്ല. കാലം തെളിയിച്ചു. ഇപ്പോ വഹാബി കൂടാരത്തിലേക്ക് ഇതാ പേരോടിൻ്റെ അധ്യക്ഷതയിൽ കടന്നിരിക്കുന്നു. ഇപ്പോ എന്താ പറയുന്നതെന്ന് പേരോടിന് തിരിയുന്നില്ല, എന്താ പറയേണ്ടതെന്നറിയുന്നില്ല. എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുന്നു. അണികളെ പിടിച്ചിരുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പേരോടിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി നമുക്കതുമൊക്കെ വിശദമായി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.